ഹായ് ഗൈസ്, ഞങ്ങളിന്ന് ഒരു യാത്ര പോവുകയാണ്. ഞങ്ങളുടെ മൈക്രോയിൽ നിന്നും ശിവഗിരിയിലേക്കും അതുപോലെ തന്നെ അതിന് ശേഷം കന്യാകുമാരിയിലേക്കും പോകാനായിട്ടാണ് ഈ തയ്യാറെടുത്ത് നിൽക്കുന്നത്. പോകുന്നത് ഞങ്ങളുടെ സിഗ്നേച്ചർ ഡെവലപ്പേഴ്സിൻ്റെ മുതലാളിയായ നമ്മുടെ അഖിൽ ജോഷിയുടെ വണ്ടിയിലാണ്. അതിനകത്തോട്ട് എല്ലാവരും കയറുകയാണ്. UP റെയിൽവേ സ്റ്റേഷനിലുള്ള ഞങ്ങളുടെ പുതിയ ഫോർച്യൂണർ ഇതിലാണ് യാത്ര പോകുന്നത്. കണ്ടില്ലേ? നമുക്ക് യാത്ര ആരംഭിച്ചാലോ? ഈ ക്ഷേത്രക്കുളം ഏതാണെന്നറിയാമോ? ഇത് കൊട്ടാരക്കര ശ്രീ ഗണപതി ക്ഷേത്രത്തിലെ ക്ഷേത്രക്കുളമാണ്. നമുക്ക് കൊട്ടാരക്കര ശ്രീ ഗണപതി ക്ഷേത്രം കൂടി ഒന്ന് സന്ദർശിച്ചിട്ട് പോകാം. അങ്ങനെ നമ്മൾ ശിവഗിരിയിൽ എത്തിയിട്ടുണ്ട്. ശിവഗിരി ക്ഷേത്രത്തിലേക്ക് നടക്കുകയാണ്. ഇത് ഗുരുദേവൻ്റെ സന്ദേശങ്ങളാണ്. അങ്ങനെ ശിവഗിരിയിൽ നിന്ന് നമ്മൾ ചെമ്പഴന്തിയിൽ എത്തിച്ചേർന്നു. കണ്ടില്ലേ, 2 സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കടന്നു. അവിടെ പ്രധാനമായിട്ടും കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പഴയ പ്ലാവ് നിൽപ്പുണ്ട്. മുത്തശ്ശി പ്ലാവ് കണ്ടോ? അതാണ് ഈ കാണുന്നത്. വളരെയധികം വർഷം പഴക്കമുള്ളതാണ്. ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. അതിൻ്റെ ചുവട് ഭാഗം പൊള്ളയായിട്ടും അത് വളർന്നു നിൽക്കുന്നത് കണ്ടില്ലേ? ഈ നിൽക്കുന്നതാണ് രഞ്ജിത്തണ്ണനും പിന്നെ സിഗ്നേച്ചർ ഡെവലപ്പേഴ്സിൻ്റെ മുതലാളിയായ അഖിൽ ജോഷി. ഞങ്ങൾ നിതിൽ എന്ന് വിളിക്കും. കണ്ടില്ലേ? ഇത് ജോഷിയണ്ണൻ, അഖിലിൻ്റെ അച്ഛൻ, പിന്നെ ഇത് സലീപ്പാപ്പി, നമ്മുടെ മൈക്രോയുടെ കൺവീനർ, ശശി അച്ഛൻ. അങ്ങനെ ഞങ്ങൾ ഇത്രയും പേരാണ് ഇതിൽ വന്നത്. അങ്ങനെ വളരെ മനോഹരമായ ചെമ്പഴന്തിയിലെ ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ച വയൽവാരം വീട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. വളരെ ശാന്തമായ അന്തരീക്ഷം, കിളികളുടെ ആരവം എല്ലാം ഉള്ളൊരു വളരെ ശാന്തസുന്ദരമായൊരു സ്ഥലം. നിതിലിൻ്റെ സാംസങ് S25 അൾട്രയിൽ ചെറിയൊരു ഫോട്ടോഷൂട്ട് സെഷനാണ്. ഇതിൻ്റെ ഐഫോൺ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഞാനാണ്. അതിലാണ് ശശിച്ചൻ്റെ ഫോട്ടോ ഞാനെടുത്തത്. അങ്ങനെ അവിടുന്ന് ഞങ്ങളിപ്പം എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നൊരു ഫോട്ടോ എടുക്കാനായിട്ട് തീരുമാനിച്ചു. അവിടെ ഒരു ചേട്ടൻ നിൽപ്പുണ്ടായിരുന്നു. ആ ചേട്ടൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഫോട്ടോ എടുത്ത് തരികയും ചെയ്തു. അവിടെ ചെമ്പഴന്തിയിൽ വീടിന് മുന്നിലായിട്ട് വെച്ചിരിക്കുന്നൊരു റിക്ഷയാണിത്. പണ്ട് ഗുരുദേവൻ സഞ്ചരിക്കാൻ ഉപയോഗിച്ചിരുന്നൊരു റിക്ഷയാണ്. വളരെ മനോഹരമായിട്ടത് കാത്ത് സൂക്ഷിച്ചിട്ടുണ്ട്.
ഈ കാണുന്നതാണ് അരുവിപ്പുറം. അരുവിപ്പുറം ക്ഷേത്രം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ശ്രീനാരായണ ഗുരുദേവൻ 1888 നെയ്യാറിനിൽ നിന്നും മുങ്ങി എടുത്ത കല്ലുകൾ വെച്ചിട്ട് പ്രതിഷ്ഠിച്ച ശിവപ്രതിഷ്ഠ സ്ഥിതി ചെയ്യുന്ന ശിവക്ഷേത്രമാണ് അരുവിപ്പുറം. ഞാൻ ഈഴവ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞ് ആ പ്രതിഷ്ഠ നടത്തി ഉണ്ടാക്കിയ ആ ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്. വളരെയധികം വിപ്ലവം സൃഷ്ടിച്ച ഒരു പ്രതിഷ്ഠ തന്നെയായിരുന്നു അതെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവിടെയാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതാണ് ശങ്കരൻകുഴി. അതുപോലെ മഹാകവി കുമാരനാശാനും ശ്രീനാരായണ ഗുരുദേവനും തമ്മിലുള്ള ബന്ധം നമുക്കറിയാവുന്നതാണ്. കുമാരനാശാൻ താമസിച്ചിരുന്ന മുറിയാണ് നമ്മൾ ഈ കാണുന്നത്. അങ്ങനെ ശിവഗിരിയിൽ നിന്നും നമ്മൾ കന്യാകുമാരിയിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. കണ്ടില്ലേ, നമ്മുടെ സഞ്ജു സാംസനെ കണ്ടില്ലേ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. പോകുന്ന വഴിയിൽ ഏതോ ഒരു പള്ളിയിൽ പെരുന്നാളായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പോകുന്ന വഴി അത്യാവശ്യം ബ്ലോക്കും ആയിരുന്നു. അതുപോലെ രണ്ട് സൈഡിലും കുറേ കടകളൊക്കെ നമുക്ക് കാണാം. വളരെയധികം തിരക്കുണ്ടായിരുന്നു. കുറച്ച് സമയം ആ ബ്ലോക്കിൽ കിടന്നിട്ടാണ് ഞങ്ങൾ ഊരിപ്പോയത്. അങ്ങനെ നമ്മൾ കന്യാകുമാരിയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അവിടുത്തെ ആ റൗണ്ടാണ് ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇത് കന്യാകുമാരിയിലെ രാത്രി ദൃശ്യമാണ്. നമുക്ക് രാവിലെ കാണാം ഗൈസ്. തലേദിവസം തന്നെ ഞങ്ങൾ ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു. അതുകൊണ്ട് ബോട്ടിങ്ങിന് പോവുകയാണ്. അതുകൊണ്ട് ക്യൂ നിൽക്കേണ്ടി വന്നില്ല. ബോട്ടിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. വിവേകാനന്ദ പാറയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പം ഞങ്ങൾ ടിക്കറ്റ് എടുത്തുകൊണ്ട് ക്യൂ നിൽക്കാതെ നേരെ ബോട്ടിന് അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബോട്ടിനകത്ത് തിരക്കാണ് ഈ കാണുന്നത്. നിറയെ ആളുകളുണ്ട്. ഇഷ്ടം പോലെ ഈ ശബരിമല തീർത്ഥാടകരും അങ്ങനെ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. ഇപ്പം ബോട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കാത്തു നിൽക്കുകയാണ്.
അതാ ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതാ അത് ഗ്ലാസ് ബ്രിഡ്ജാണ്. നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ ബോട്ട് അടുക്കാറായിട്ടുണ്ട്. ഇപ്പോൾ ഉടനെ തന്നെ കരയ്ക്ക് അടുക്കുന്നതാണ്. എന്നിട്ട് നമുക്ക് പുറത്തിറങ്ങണം. അവിടെ വിവേകാനന്ദ പാറയും അതുപോലെ തന്നെ അവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന ഐറ്റം. അവിടെയും കയറണം, നമുക്കതെല്ലാം കാണാം. വളരെ പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു അന്തരീക്ഷമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ കടലിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന പ്രതിമയാണ് തിരുവള്ളുവരുടെ പ്രതിമയാണ്. തിരുവള്ളുവരാണ് ഈ തിരുക്കുറൾ എഴുതിയത്. അതിന് മുന്നിലായിട്ട് കാണുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. ഞാൻ മുമ്പ് പറഞ്ഞ ഗ്ലാസ് ബ്രിഡ്ജാണ് ആ കാണുന്നത്. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അതിൽ കയറാം. ഈ കാണുന്നത് ജലം ശേഖരിക്കുന്നതിനായിട്ടുള്ള ഒരു റിസർവോയറാണ്. കണ്ടില്ലേ, ജലം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. റെയിൻ വാട്ടർ റിസർവോയർ. നമ്മുടെ കൂടെ വന്ന സലീപ്പാപ്പിയും രഞ്ജിത്തണ്ണനും അഖിലും ജോഷിയണ്ണനും ശശിച്ചനും എല്ലാം ക്ഷീണിതരായി റെസ്റ്റ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മളീ കാണുന്നത്. തിരുവള്ളുവരുടെ കൂറ്റൻ പ്രതിമയുടെ മുന്നിൽ നിന്നാണ് നമ്മൾ ഈ ഫോട്ടോ എടുക്കുന്നത്. കണ്ടില്ലേ, എൻ്റെ ഉയരം കണ്ടോ? ഈ കാണുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. അതിലെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്നത് നമുക്ക് കാണാം. നമുക്ക് ഇനി അതിൽ കയറാം. ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയപ്പോൾ നമ്മുടെ കൂടെ വന്നവർക്കുണ്ടായൊരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ, ഇത് ഗ്ലാസ്സാണ്, ഇത് താഴോട്ട് പോകത്തില്ല, പൊട്ടിപ്പോകത്തില്ല എന്നൊക്കെ തോന്നിയാലും താഴോട്ട് നോക്കുമ്പോൾ തിരമാലയും പാറക്കെട്ടുകളൊക്കെ കാണുമ്പോൾ ഇത് പൊട്ടിയെങ്ങാനും താഴെ പോയാലോ എന്നൊരു ഫീൽ എല്ലാവർക്കും തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ കാലങ്ങളായിട്ടൊരു യാത്ര പ്ലാൻ ചെയ്യുകയായിരുന്നു. അങ്ങനെ അവിചാരിതമായിട്ടാണ് ഈ ശിവഗിരി കന്യാകുമാരിയൊക്കെ ഞങ്ങൾ സെലക്ട് ചെയ്തിങ്ങി പോകുന്നത്. പക്ഷെ ഞങ്ങൾക്ക് വളരെയധികം എൻജോയ്മെൻറ്റ് ഉണ്ടാക്കിയ ഒരു യാത്രയായിരുന്നു.
പ്രത്യേകിച്ച് ഈ ഗ്ലാസ് ബ്രിഡ്ജ് നമുക്കൊരു സസ്പെൻസ് തന്നെയായിരുന്നു. അങ്ങനെ എല്ലാവരും വളരെയധികം ഈ യാത്ര എൻജോയ് ചെയ്തു. വളരെയധികം പോസിറ്റീവ് എനർജി ലഭിച്ച ഒരു യാത്രയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. വീണ്ടും ഒരു യാത്രയായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.